എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ആലപ്പുഴയ്ക്ക് പോവാണ്. ആലപ്പുഴ ചേർത്തലയിലാണ് നമ്മുടെ സ്വന്തം അപ്പുവിന്റെ വീട്. അപ്പൊ അപ്പുവിന്റെ വീട്ടിലേക്ക് ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി 6 മണിക്ക് ഞങ്ങൾ റെഡിയായി നിന്നു. ഡ്രൈവർ വരാനായിട്ട് കുറച്ച് ലേറ്റായി. 6:30 തന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും 3-3.5 മണിക്കൂറിൽ അവിടെ എത്തേണ്ടതാണ്. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിലാണ് പ്രശ്നം. പിന്നെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എന്തായിന്നൊന്നും അറിയില്ല. ഞാൻ പോയിട്ട് ഒരുപാട് മാസങ്ങളായിട്ടുണ്ട്. മുമ്പ് പോയതിനേക്കാൾ കുറെയൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റോഡില് അവിടെ ഇവിടെയൊക്കെ വലിയ മൺകൂനകൾ കാണാം. രണ്ട് സൈഡ് നോക്കിയിട്ടും ഒരു എത്തും പിടിയും കിട്ടില്ല. നമുക്ക് അപരിചിതമായ ഏതോ സ്ഥലത്ത് എത്തപ്പെട്ട പോലെ ഉണ്ട് കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയിലിരുന്ന് കുഞ്ഞു കുറേശ്ശെ കുറുമ്പൊക്കെ ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവൻ ഉറക്കം വന്നിട്ടുണ്ട്. അങ്ങനെ അമ്മും കുഞ്ഞും ഈ ഭൂലോകം ഒന്നും അറിയാണ്ട് കിടന്നുറങ്ങുകയാണ്. അവർക്കൊക്കെ നേരത്തെ എണീക്കാന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ 5 മണിക്ക് കുട്ടികൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മും നന്ദും കുഞ്ഞും ഉറങ്ങി. പിന്നെ എനിക്ക് ഉറക്കൊന്നും വരില്ല. ഞാനിങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഈ ദൂരെ കൂടുതൽ വല്ലാത്തൊരു പ്രശ്നമാണ് കേട്ടോ. ഞങ്ങൾക്ക് കൂടെ കാണുന്ന ആഗ്രഹമുള്ളവരാണ് ഞങ്ങൾ. 2 അമ്മമാരും ഷോപ്പിങ്ങും അങ്ങനെ കറങ്ങിത്തിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അതിനൊന്നും നടക്കുന്നില്ല. കാരണം നമ്മൾ അത്രയും ദൂരമായി പോയി. അപ്പൊ എന്താ ചെയ്യാ, നമ്മൾ ആ ദൂരത്തെയും യാത്രയെയും ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഡ്രൈവറെ വിളിച്ച് പോവുക എന്നുള്ളതും ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോവുകയാണെങ്കിൽ സ്റ്റേ ഒക്കെ സുഖമാണ്. അതല്ലെങ്കിൽ പിന്നെ അങ്ങേരും കൂടി അവിടെ വരുമ്പം അങ്ങേർക്കും നമ്മൾക്കും അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ട് ഉച്ചരിഞ്ഞിട്ട് തിരിച്ചു വരാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കുറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞു ഉഷാറായി. പിന്നെ രണ്ടുപേരും കൂടി മുന്നിലും പിന്നിലും നിന്ന് തല്ലൂടാൻ തുടങ്ങി. അവരുടെ കുട്ടിക്കുറുമ്പുകളൊക്കെ കാറിലിരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. വേറെ വണ്ടിയിലൊക്കെ ആണെങ്കിൽ അവര് കുഴപ്പമില്ലാണ്ടിരിക്കും. വേറെ ആളുകൾ ഉണ്ടെങ്കിലും അവർക്ക് പ്രശ്നമൊന്നുമില്ല, നല്ല കുട്ടികളാണ്. പക്ഷെ നമ്മൾ മാത്രമായിട്ട് പോകുമ്പോൾ ആകെ ഇളക്കും. അത് കഴിഞ്ഞ് പിന്നെ അമ്മുവിന്റെ തലയിൽ പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. പാൻ എടുക്കുകയാണോ അമ്മുവിന്റെ തലവരെ നോക്കുകയാണോ എന്താണോ. എന്തായാലും കുഞ്ഞ് സുഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മുവിന് വലിയ ഇഷ്ടമാണ് അവന്. അങ്ങനെ 3-3.25 മണിക്കൂറോടുകൂടി ഞങ്ങൾ അവിടെ എത്തി. കുറച്ച് ചെറുതായിട്ടൊന്ന് വഴിതെറ്റി. ഞങ്ങൾ അടയാളം വെച്ചിട്ടുള്ള 2 സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒരു തുണിക്കടയും അതുപോലെ തന്നെ ഒരു ആയുർവേദ ഷോപ്പും ക്ലിനിക്കും. ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അടയാളങ്ങളൊക്കെ ഹൈവേക്ക് വേണ്ടി പൊളിച്ചു മാറ്റപ്പെട്ടു. അപ്പൊ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. അപ്പൂന്റെ പപ്പ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ വഴി തെറ്റി വിവരം പറഞ്ഞപ്പോ അപ്പൊ ഞങ്ങളെ നോക്കിപ്പോയതാണ്. അപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പപ്പ എത്തിയത്. പിന്നെന്താ, അവിടെ മുകളിൽ വെറുതെ കിടന്നിരുന്ന ഒരു മെഷീനാണ്. അത് താഴെ കൊണ്ടിട്ടിരിക്കുന്നത് കണ്ടപ്പോ എന്തായാലും വെറുതെ എടുക്കല്ലോ ഒന്ന് ചവിട്ടി നോക്കി. മമ്മി ചവിട്ടി നോക്കിയാൽ പിന്നെ കുഞ്ഞ് വെറുതെ ഇരിക്കില്ലല്ലോ. മമ്മി കാണിച്ചതൊക്കെ അവനും കാണിക്കണം. അപ്പൊ അവനും അതിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് കുറച്ച് നേരമൊക്കെ കറങ്ങി. പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു ഒരുപാട് നേരം. അതിന്റെ ഇടയിൽ കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊന്ന് ഡ്യൂട്ടി ഉണ്ട്, അത് കാരണം അധികം സമയമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. ഇവർക്കൊക്കെ ഭക്ഷണം കൊടുത്ത സമയത്ത് ഞാൻ ഗാർഡനിലേക്ക് ഇറങ്ങിട്ടോ. എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം അതാണ്. ഒരുപാട് ചെടികളൊക്കെ പൂത്ത് വിടർന്ന് നിൽക്കുന്നുണ്ട്. ഇല്ലാത്ത കളറൊക്കെ ഏതൊക്കെ അവിടെ നിന്ന് പറിക്കാന്നുള്ളതാണ് ഞാൻ അതിന്റെ ഇടയിൽ നോക്കി വെക്കുന്നത് കേട്ടോ. അതെനിക്കും അറിയാം, അപ്പൂന്റെ അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പോരുമ്പോ കുറച്ച് ചെടികളൊക്കെ എടുക്കണമെന്ന് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കുകയും ചെയ്തു. കുട്ടികളുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ 3 പേരും കൂടി കഴിക്കാനായിട്ടിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൂന്റെ അമ്മ. ഇത്രയും ഐറ്റംസ് ഒക്കെ എന്താ പറയാ, ഈ ചൂടത്ത് ഉണ്ടാക്കാന്നുള്ളത് അത്ര എളുപ്പമൊന്നുമല്ല. എനിക്ക് ചൂടത്ത് കുക്ക് ചെയ്യാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയോന്നൊക്കെ ഞാൻ ചോദിച്ചു. പക്ഷെ ആള് ഹാപ്പി ആയിട്ടാണ് അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അങ്ങനെ ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പോരാനാണ് ഞങ്ങൾ വിചാരിച്ചത്. എന്തായാലും ഇത്ര ദൂരം വന്നതല്ലേ, അപ്പൊ കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്ന് നമുക്ക് ചായ ഒക്കെ കുടിച്ചിട്ട് പിരിയാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വീണ്ടും നിറഞ്ഞ വയറിലേക്ക് വീണ്ടും കുത്തിക്കറ്റാനുള്ള സ്നാക്സ് ഒക്കെ വന്നിട്ടുണ്ട്. പഴംപൊരി, സുഗിയൻ, പരിപ്പുവട, ഉഴുന്നുവട. അതിൽ ഉഴുന്നുവടയും സുഗിയനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ ചായയും കുടിച്ചു, സ്നാക്സ് ഒക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഐസ്ക്രീമും കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അതിനിടയിൽ കുട്ടികളുടെ ആൽബൊക്കെ ഒന്ന് മറിച്ച് നോക്കി. അക്കുനെയും നന്നായി ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൽബൊക്കെ മറിച്ച് നോക്കുമ്പോൾ എനിക്ക് സങ്കടം വന്നു. അപ്പൻ്റെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കണേ ഞാൻ കണ്ടു. പിന്നെ കൂടുതൽ മൈൻഡ് ചെയ്യാൻ പോയ ആൾക്കറിയും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒന്നും ചോദിച്ചില്ല. മക്കളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് തന്നെയല്ലേ ഏതൊരു അമ്മമാരും ആഗ്രഹിക്കുള്ളൂ. അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുക. പക്ഷെ അവരുടേതായ നല്ല ജീവിതത്തിന് വേണ്ടി അവരെ പുറത്തു പോയി ജോലി ചെയ്യുന്നു. ലാസ്റ്റ് ഞങ്ങള് യാത്രയൊക്കെ പറഞ്ഞ് പിരിയാൻ പോവാണ്. അത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം അടുത്താണെങ്കിൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഒരു 1 അവറിലൊക്കെ ഉള്ള ദൂരത്തായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെറുതെ പറയാറുണ്ട് കേട്ടോ. എന്തായാലും ഓൾറെഡി ഉള്ള വീടിന് ഇപ്പൊ വീലൊന്നും വെച്ചിട്ട് നമുക്ക് അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം ഞങ്ങൾ ചേർത്തലേക്ക് പോയി. രാത്രി ഇവിടെ എത്തുമ്പോഴേക്കും 9:30 തിരിച്ചു വരുമ്പോൾ നല്ല കട്ട ട്രാഫിക് ആയിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.